നല്ല അയൽക്കാരൻ, ദ ഗുഡ് നെയ്ബർ. നല്ല ശമരിയക്കാരനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യുന്ന ചിലർ, അതായത് ന്യായശാസ്ത്രിമാർ, അറിയാവുന്നവരാണല്ലോ ചോദ്യം ചെയ്യാൻ വരുന്നത്. കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനുത്തരം കൊടുക്കുമ്പം യേശുക്രിസ്തു തന്നെ പറഞ്ഞ ഒരു കഥയോ അല്ലെ യാഥാർത്ഥ്യമോ ആയിരിക്കാം. യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ ഒരു ഉപമയായിട്ടാണ് ഇത് യേശു പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ വാക്യങ്ങൾ. ഏകദേശം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 30 തൊട്ടാണ്. അതിന് അല്പം മുൻപ് നമ്മൾ വായിക്കുമ്പോൾ 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരോ, ഞാൻ നിത്യജീവനെ അവകാശിയെ ആയിത്തീരുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. പരീക്ഷിച്ച് ചോദിക്കുക, നന്നാകാൻ ചോദിച്ചൊന്നുമല്ല. നിത്യജീവൻ ലഭിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശുക്രിസ്തു പറയുന്നു, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ചെയ്യാം. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, കാരണം ഞാൻ ന്യായത്തിൻ്റെ പ്രമാണിയാണെന്ന്, ന്യായശാസ്ത്രിയാണ്. എല്ലാ വചനവും തോറയൊക്കെ പഠിച്ചയാളാണ് വന്ന് നിൽക്കുന്നത്. ആ കർത്താവ് പറയും, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. അതാണ് കൂട്ടുകാരൻ എന്നുള്ള വാക്യം ഇവിടെ വരുന്നത്. കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട്, കർത്താവ് ഹൃദയങ്ങളെ അറിയുന്നത്, അവൻ തന്നെത്താൻ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആരെ എന്ന് ചോദിക്കുന്നു. എൻ്റെ കൂട്ടുകാരൻ ആരെ എന്ന് ചോദിച്ചതിന് യേശു ഒരു ഇൻസിഡൻറ്റ്, നടന്നതാകാം, നടക്കാവുന്ന ആര്, അല്ലെങ്കിൽ ഉപമയാകാം. എന്താന്നേലും യേശു ഇങ്ങനെയാണ് പറഞ്ഞത്: ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എറിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. യെരുശലേം ടു എറിഹോ 15 മൈലോളം ദൂരമേ ഉള്ളൂ. ആ 15 മൈൽ നമുക്ക് കാറിലാണെങ്കിൽ 8-9 മിനിറ്റിനകം നമ്മളവിടെ ചെല്ലും, കുറഞ്ഞത് 10 മിനിറ്റ് അതുകൊണ്ട് ചെല്ലാൻ സാധ്യതയുണ്ട്. പക്ഷെ അന്ന് നടന്നാണല്ലോ പോകുന്നത്. അപ്പം അവിടുന്ന് ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എറിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. അപ്പോൾ എല്ലാവരും ചൂഷണം ചെയ്ത് എടുത്തു പോകാൻ തന്നെയല്ല, അവനെ അടിച്ച് ഇല്ലാതാക്കി പകുതി ജീവനാക്കി അവിടെ ഇട്ടേച്ചു പോയി. ആണെങ്കിൽ ഇനിയൊന്നും ചെയ്യാനില്ല, ചത്തുപോകുന്ന വിചാരിച്ചിട്ടാണ് ഇട്ടേച്ചു പോകുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇടതും വലതും ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ അറിയേണ്ടതാണെങ്കിൽ ദൈവം അറിയിക്കും, നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം. ദൈവം പറയുന്നത് എങ്ങനെയാണ്? അവൻ അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃശ്ചിക ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു പുരോഹിതൻ, ഒരു ലേവിയാണ് ആദ്യം കടന്നു വരുന്നത്. ആ പുരോഹിതൻ കണ്ടിട്ട് ഈ മനുഷ്യൻ ചത്തോ ഇല്ലയോ നോക്കുപോലും ചെയ്യാതെ കടന്നുപോയി. അത് നമ്മൾ ചിന്തിക്കുമ്പം ഇന്നത്തെ കാലത്തെ പോലെ അന്ന് ആളുകളൊന്നും ഇല്ലല്ലോ, അധികം ആളുകളില്ല. ഈ ഒരു 10-15 കിലോമീറ്ററിനകത്ത് അധികം ആൾ പോകാത്ത ഒരു വഴിയിൽ നമ്മൾ ആ മനുഷ്യനെ ഒന്ന് നോക്കിയതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഇത് വിഘ്നമാകുമോ എന്ന് വിചാരിച്ചിട്ടോ അതോ ഹൃദയ കാഠിന്യം കൊണ്ടോ ആ മനുഷ്യനെ കണ്ട പാവം നടിച്ചില്ല. പലപ്പോഴും നമ്മളും അങ്ങനെയല്ലേ, ഒരു വഴിക്ക് പോകുമ്പം നമുക്ക് പല കാര്യങ്ങളും തടസ്സമായിട്ട് വരും. ചിലപ്പോൾ പലവരുടെയും പ്രയാസം നമുക്ക് കേൾക്കാൻ നേരമില്ല. മറ്റുള്ളവരെ കുറ്റം പറയണ്ട, നമ്മളെ തന്നെ ചിന്തിക്കാം. എന്താ പറയുന്നത്? യാദൃച്ഛിക ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറിക്കിടന്നു. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ കൂടെ പോയി. ഒരു ലേവ്യൻ, ആദ്യമേ പുരോഹിതൻ വന്നു, രണ്ടാമത് ലേവ്യൻ, അവനെ കടന്നു മറിയുന്നു. എന്നാൽ ഒരു ശമരിയക്കാരനോ, യഹൂദനല്ലെന്ന് ഓർക്കണം. ശമരിയക്കാരെന്ന് പറയുമ്പം ഇസ്രായേൽ ജനത ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ ബാബിലോണിയൻ രാജാവൊക്കെ വന്ന് ഇവരെ കൊണ്ടുപോയപ്പം കുറേ പേരെ അവിടെ ഇട്ടേച്ച് പോയി. അവരവിടെ കിടന്ന് അവർക്കൊരു സിറ്റിസൺഷിപ്പ് ഒന്നുമില്ല. ഇടകലർന്ന് ഉണ്ടായ ഒരു സംഗമം മൂലം ഉണ്ടായ ഒരു കൂട്ടരാണ് ശമര്യർ. ശമരിയക്കാർ ചിലർക്ക് ദൈവത്തെ വിശ്വാസമുണ്ട്, ചിലർക്കില്ല. പക്ഷേ ശമരിയക്കാരെ ദൈവം കരുതുന്നുണ്ട്. പക്ഷേ ഈ ഒരു ശമരിയക്കാരനോ വഴി പോകുകയിൽ അവനെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അപ്പം തൻ്റെ ജനതയ്ക്ക് മനസ്സലിഞ്ഞില്ല എങ്കിലും ഒരു ശമരിയക്കാരന് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ഈ മനുഷ്യൻ അയാളുടെ മുറിവെല്ലാം കെട്ടി
എണ്ണയും വീഞ്ഞുമൊക്കെ വെണ്ണ പുരട്ടി വീഞ്ഞ് കൊടുത്ത് ബലപ്പെടുത്തിയിട്ട് ആ മനുഷ്യനെ അയാളുടെ കഴുതയുടെ പുറത്ത് കൊണ്ടുപോയി ഒരു സത്രത്തിലാക്കുക. അങ്ങനെ അവിടെ ചെന്നിട്ട് നിൽക്കുകയാണ്. കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റന്നാൾ, അപ്പോൾ അന്ന് രാത്രി അവിടെ നിന്നു, വൈകിട്ടായിരുന്നായിരിക്കണം. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരനോട് കൊടുത്തിട്ട് ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. എന്തൊരു നല്ല മനുഷ്യനാണ്. അയാൾക്ക് വേണ്ടതെല്ലാം അന്ന് രാത്രിയിലെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോകുമ്പം അതിൻ്റെ സത്രത്തിൻ്റെ ഉടമസ്ഥനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവൻ അധികമായിട്ട് വല്ല ചിലവുണ്ടെങ്കിൽ അത് നീ ചെയ്തു കൊടുക്കണം, ഞാനത് വരുമ്പോൾ തന്ന് വീട്ടിക്കൊള്ളാവൻ. ആ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നും. ദുഷ്ടനും കള്ളനും നശിപ്പിച്ചവനെ ആരാണ് രക്ഷിച്ചത്? ആരാണ് അവന് സഹായിയായെന്ന് ദൈവം തമ്പുരാൻ യേശു ചോദിക്കുകയാണ്. അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. ശരിയല്ലേ? കരുണ കാണിച്ചവൻ. അവനിപ്പോൾ നമ്മളറിയാൻ വയ്യാത്ത ഒരാൾ റോഡിൽ കിടക്കുന്നു, അയാളെ സൂക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ കരുണ കാണിച്ചവനെ ദൈവം കണ്ടു. യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. നമ്മൾ ഈ ശമരിയക്കാരൻ ചെയ്തത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയായിട്ട് കാണണം. ചുമ്മാതങ്ങ് പറഞ്ഞു തീർക്കുകയല്ല ദൈവം ചെയ്ത്, നീ അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വരുമ്പം ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പകരുമ്പോൾ ശത്രു എന്നൊരു പദം ഇല്ല. സത്യത്തിൽ എല്ലാവരും ദൈവമക്കളായിട്ട് നമുക്ക് കാണാനുള്ള കൃപ കിട്ടും. ശത്രുവിനെ സ്നേഹിക്കുന്നവനാണ് അയൽക്കാരൻ. ആർക്ക് പ്രയാസം വന്നോ ആ വഴിയിൽ കൂടെ പോകുമ്പം എല്ലാം ചെയ്യാൻ ഒക്കത്തില്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ ചെയ്തോ, അവനാണ് നല്ല അയൽക്കാരൻ. കണ്ടിട്ട് കാണാതെ പോലെ പോകുന്നത് വളരെ സങ്കടകരം. പക്ഷെ നമ്മളെല്ലാവരും അത് ചെയ്യുന്നില്ലേ? കുറേയെങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാത്ത ഭാഗത്ത് നടക്കാറില്ലേ? അത് സാഹചര്യങ്ങളാണോന്ന്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കുക, ഇന്ന് ആർക്കെങ്കിലും സഹായിക്കണോ? ദൈവമേ, ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ നീ എന്നെക്കൊണ്ട് ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ കാര്യത്തിൽ പോലും കർത്താവ് നമ്മളോട് ഇടപെടും. ചോദിച്ചു നോക്ക്. ഒരു വസ്ത്രം എടുത്ത് മാറ്റി വെച്ച് നമ്മൾ പറഞ്ഞാൽ ഇത് ആർക്ക് കൊടുക്കണം, മാറ്റി വെച്ചിട്ട് വേണം ചോദിക്കാൻ. കറക്റ്റ് ടൈമിൽ ആളിനെ കൊണ്ടുവരും. ഒരല്പ പൈസ മാറ്റി വെച്ചിട്ട് കർത്താവ് ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? അല്ല, നമ്മൾ പോകുന്ന വഴിക്ക് ആരെങ്കിലും കയറി ഒന്ന് കണ്ട് ഹലോ പറഞ്ഞ് ഒന്ന് സംസാരിക്കണം. ദൈവം പറഞ്ഞു തരും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാളെ കാണാൻ പോയി. അവരെ വിളിച്ചപ്പോൾ അവർക്ക് ഫോൺ എടുത്തില്ല. അപ്പം ബിസിയാന്ന് തോന്നി. അന്നേരം നമ്മൾ വിചാരിച്ചാൽ വേറൊരാളിനെ കാണാം. അപ്പോൾ ആ വേറൊരാളിനെ കണ്ടവർ ആദ്യം കാണാൻ ഉദ്ദേശിച്ചേക്കാട്ടിലും പ്രയാസമുള്ളവരായിരുന്നു. എഴുന്നേക്കാൻ വയ്യാതെ രോഗമായി കിടക്കുന്ന ഒരു വ്യക്തി. അവിടെ പോയി കണ്ടപ്പം ഇവിടെയാണ് ദൈവം ഇന്ന് വിട്ടതെന്ന് നമുക്ക് ബോധ്യം വന്നു. എപ്പോഴാണ്? ഇറങ്ങിത്തിരിക്കുമ്പോൾ. ഒരു ഷിപ്പ് ഡോക്കിൽ അല്ലെങ്കിൽ കരയ്ക്ക് കയറ്റി വെച്ച് ഒരു പ്രയോജനമില്ല. അത് വെള്ളത്തിലിറക്കി അതൊന്നും ഇരിക്കാൻ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെനവർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ നയിക്കാൻ ദൈവത്തിന് എളുപ്പമാണ്. പടക് കരയ്ക്ക് കയറ്റി വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. പടക് പോലും പത്രോസുണ്ട്. പടക് വെള്ളത്തിലോട്ട് നീക്കാൻ ദൈവം പറയുന്നു. നമ്മൾ വെള്ളത്തിലോട്ട് നീക്കി ഇട്ട് കൊടുക്കുക. ദൈവം എടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം നമ്മളെ എടുത്ത് കാണിച്ചു തരാം. അവൻ നമ്മളെ ഉപയോഗിക്കുന്ന ദൈവമാണ്. ശത്രുവിനെ സ്നേഹിക്കണം. അത് സ്നേഹിക്കാമെന്ന് പറയുമ്പം അതൊരു പ്രവർത്തനമാണ്, ചുമ്മാ പറയുകയല്ല. പ്രവർത്തനമാക്കി മാറ്റുന്നത് ദൈവമാണ്. നമ്മൾ ചിലർക്ക് ആവശ്യമില്ലാത്തിട്ട് നമ്മൾ പോയി ചെയ്യുക, അതിൻ്റെ കാര്യമില്ല. ആവശ്യമുള്ളത് കണ്ടുപിടിപ്പിച്ച് ദൈവം ചെയ്യിപ്പിക്കുന്നത്. ഭർത്താവ് പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തന്നത് നമ്മളെ വിധിക്കുവാനല്ല, പിന്നെയോ നമ്മളെ രക്ഷിക്കുവാനാണ്. അങ്ങനെയുള്ളൊരു ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ദൈവം നമ്മളെ വിളിച്ചു മാറ്റുമ്പം എന്ത് മനോഹരമായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞു തരികയാണ്. നിൻ്റെ അയൽക്കാരൻ, നിൻ്റെ പ്രയാസങ്ങളിൽ നിന്നെ സഹായിക്കുന്നവൻ നിൻ്റെ നല്ല കൂട്ടുകാരനായി മാറും. അതാണ് എ ഗുഡ് നെയ്ബർ. അങ്ങനെയുള്ളതാണ്. എത്രയോ ദൂരത്തുനിന്ന് വന്ന് ഒരേ കുടുംബത്തിൽപ്പെട്ടതല്ല, എന്നിട്ടും ദൈവം അവനെ കണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയ്ക്കണം. ശത്രുക്കളെ സ്നേഹിക്കാൻ, ശത്രു എന്നുള്ള പദം പോലും നമ്മൾ ക്രിസ്ത്യാനികൾ അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാണ്. എല്ലാവരും ദൈവത്തിൻ്റെ ക്രിയേഷനാണ്. പക്ഷെ അവർ പിശാചിൻ്റെ അടിമത്വത്തിൽ കടന്ന് പിശാചു പറയുന്ന എല്ലാവരും ചെയ്യുന്ന കാണുമ്പം നമുക്ക് അവരോട് വ്യക്തിപരമായ ദേഷ്യം ഉണ്ടാകും. പലപ്പോഴും ഞാനത് എന്നോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കും. അവരല്ലല്ലോ അത് ചെയ്തത്, അവരിലുള്ള ദുഷ്ടാത്മാവ്. അപ്പോൾ അവരിലൊരു ദുരാത്മാവ് കയറിയിട്ടുണ്ടെന്നും ആ ദുരാത്മാവ് ദൈവമക്കളെയാണ് ഉപദ്രവിക്കുന്നതെന്നും നമ്മുടെ പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കാനുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ശാന്തമാകും. ഇത് ചുമ്മാ ദിവൻ ഈ
ഓലപ്പാമ്പോണ്ട് നമ്മളെ പേടിപ്പിക്കാൻ വന്നേ, മാറി നിൽക്കേ എന്ന് പറയാനുള്ള ശക്തി തരണ്ടേ, മാറി നിൽക്കേ എന്ന് പറയാനുള്ള ശക്തി വരണം. ഇത്ര നാൾ ഇവൻ കളിച്ചില്ലേ, ഇത്ര നാൾ കളിച്ചിട്ട് അവനൊന്നും നേടിയില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഉറപ്പാണ്, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിലുകൾ ചാടിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ ശത്രു സൈന്യത്തിൻ്റെയൊക്കെ പാഞ്ഞു കടന്നു ചെന്നിട്ട് എൻ്റെ ദൈവമാണ് എന്നെ വിട്ടതെങ്കിൽ ഞാനത് ചെയ്തു കൊടുക്കും. ചിലർ വാക്ക് പറയും ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു വെച്ച്, പിന്നെ ഒരു വാക്ക് മാറിപ്പറയും. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും പറയുമ്പോൾ ചെയ്യാൻ ഒക്കുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം. വാക്ക് പറഞ്ഞവൻ വാക്ക് പാലിക്കുന്നവനാണ്. അതൊക്കെ നല്ല അയൽക്കാരൻ്റെ അല്ലെ നല്ല മനുഷ്യൻ്റെ കൂട്ടത്തിൽ പെടും. ഒക്കത്തില്ല, ആദ്യം തന്നെ പറ എനിക്കൊക്കത്തില്ല. അവർ വേറെ എവിടെയെങ്കിലും പോയി ചോദിച്ചോളുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ അവരുടെ മകളെ എങ്ങാണ്ട് പുറത്ത് വിടാൻ വേണ്ടി ടിക്കറ്റ് എടുക്കേണ്ട കാശ് അതെന്നെ ഞാൻ 10-ാം തീയതി വന്നേരം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വരുമല്ലോ എന്ന് വിചാരിച്ച് ഇവർ വേറെ ഒന്നും ചോദിച്ചില്ല. ആ സമയമായപ്പോൾ അയാളുടെ കാശില്ലെന്ന് പറയുന്നു. അവരെന്നെ വിളിച്ച് വെച്ച്, എനിക്കറിയത്തുപോലെയില്ലേ സ്ത്രീ, അവരെന്നെ വിളിച്ച് വളരെ ദുഃഖമായിട്ട് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി ദൈവം ഒരു വേറെ വഴി ഒരുക്കും, ധൈര്യമായിട്ടിരിക്കുക, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ വേറെ ആരാണ്ട് കാശ് കൊടുത്തവരെ മകളെ പറഞ്ഞു വിട്ടു. അപ്പോൾ നല്ല നെയ്ബർ ആരാന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നവരാകണം എന്നില്ല. അതുകൊണ്ട് അത് ചുറ്റുപാട് അടുത്തുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറുന്നത് വളരെ നല്ലതാണ്. ഉപദ്രവിക്കാതെ സ്നേഹമായിട്ട് കരുതാൻ നമ്മളെ ദൈവം ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമുക്ക് അനുകൂലമായിട്ട് വരട്ടെ. പ്രാർത്ഥിക്കാം. അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ഞങ്ങൾ കാല് മുൻപോട്ട് വെക്കുമ്പം 100 തരത്തിലുള്ള ഒബ്ജെക്ഷൻസ് വരും. ശത്രു പല ഉപായങ്ങളും കൊണ്ടുവെക്കും. കർത്താവേ, ഒരു മനുഷ്യനെ നിവൃത്തിയില്ലാതെ റോഡിൽ കിടക്കുകയാണ്, അതിലേ കൂടെ ഒരു പുരോഹിതൻ പോയെന്നും അത് കഴിയുമ്പോൾ ഒരു ലേവ്യൻ പോയെന്നും അവർക്കൊക്കെ കടപ്പാടുണ്ട് എത്തിച്ച് സഹായിക്കാൻ. പക്ഷെ അവർ ചെയ്തില്ല. അവർ ചെയ്യാത്തടത്ത് ഒരു ശമര്യക്കാരൻ കടന്നു വരുന്നു. ഈ ശമര്യക്കാരൻ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു വ്യക്തിയാണ്. ഒരിക്കലും അവിടെ നിന്ന് ലഭിക്കത്തില്ല എന്ന്. പക്ഷെ ആ ശമര്യക്കാരന് മനസ്സലിവ് തോന്നി. ഈ അർദ്ധപ്രാണത്തിൽ കിടക്കുന്ന മനുഷ്യനെ പിടിച്ച് അയാളുടെ മുറിവുകൾ കഴുകി വീഞ്ഞുകൊണ്ട് അയാൾക്ക് കൊടുത്ത് ബലപ്പെടുത്തി അയാളെ പൊക്കിയെടുത്ത് സത്രത്തിൽ കൊണ്ടുപോയൊക്കെ വേണ്ട ചികിത്സ ചെയ്തു. ഇതുപോലെയല്ലേ അപ്പം ഒരിക്കലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഊടാടി നടക്കും. നിൻ്റെ അടുക്കലേക്ക് വന്ന് ചോദിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കില്ല. നിൻ്റെ അടുക്കൽ വരുമ്പം ഞങ്ങളെ അറിയത്തില്ല എന്ന് നീ ഒരിക്കലും പറയുന്നില്ല. എൻ്റെ അടുക്കൽ വന്നവനെ, ഞാൻ കണ്ടവനെ ഞാൻ സഹായിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഒരു നല്ല യേശു എനിക്ക് സഹായിയായിട്ട്, എൻ്റെ ശമര്യക്കാരനെ നല്ല ശമര്യക്കാരന്, എൻ്റെ നല്ല അയൽക്കാരനെ പോലെ എനിക്കുണ്ട് എങ്കിൽ താവേ ഞാൻ എപ്പോഴും സന്തോഷിക്കേണ്ട ഒരു വ്യക്തിയാണ്. എനിക്കെതിരായിട്ട് വരുന്ന തടസ്സങ്ങളെ അഴിച്ചുമാറ്റി മതിൽ ഇരുമ്പോടാമുകളെ കണ്ണിച്ച് താമ്രവാതിലെ ഉടച്ചു മാറ്റുന്നവൻ നീയാണ്. താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി മുള്ളും പറക്കാരെയൊക്കെ പറക്കി കളഞ്ഞ് വഴി ചെറുപ്പാക്കി തരുമ്പം എന്നിൽ സന്തോഷിക്കാനും ആ സന്തോഷത്തിൽ മറ്റുള്ളവരും കൂടെ പങ്കുചേരാൻ, അതിൽ നമ്മളെ ശത്രുവെന്ന് വിചാരിച്ചവരും സ്നേഹത്തോടെ കടന്നു വരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മഹത്വം, നിൻ്റെ സ്നേഹം, നിൻ്റെ ആ വിശ്വസ്തത വലുത് തന്നെ. പകൽ നീ അയക്കുന്ന സൂര്യൻ്റെ പ്രകാശം നന്മയുള്ളവനും തിന്മയുള്ളവർക്കും ഒരുപോലെ കൊടുക്കുന്നു. നീ അയക്കുന്ന മഴ ശത്രുവിനും ദുഷ്ടനും നന്മയുള്ളവനും ഒരുപോലെ അയച്ചു കൊടുക്കുന്നു. ആരത് ഉപയോഗിക്കുന്നു? അതാ നിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു വന്ന് ഒരു നല്ല ശമര്യക്കാരനെ പോലെ, ഒരു നല്ല ഇടയനെ പോലെ, നല്ലൊരു കൂട്ടുകാരനെ പോലെ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളുടെ തലമുറയിലേക്ക് പാസ് ഇറ്റ് ഓൺ ചെയ്ത് കർത്താവിൻ്റെ നാമത്തിൽ നന്മ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിച്ചെടുക്കണമേ. നിൻ്റെ മക്കളെ ഞാൻ ഉപദേശിച്ച് അവരെ പഠിപ്പിച്ചെടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യെശയ്യാ 54:13. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പച്ച. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.